ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിക്കുന്ന മൈനാഗപ്പള്ളി ആറ്റുപുറം ജംഗ്ഷനിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരെയും ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങൾ സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളിവിടെ ഈ കുഞ്ഞുങ്ങളുമായി കടന്നു വന്ന് പാട്ടുകൾ പാടുവാനും ഞങ്ങൾക്കുള്ള സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുവാനും ഇടയായി. ഇതൊക്കെ ഏറ്റവും ശ്രദ്ധയോടെ വീക്ഷിച്ച ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇത് തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. 9-ാം തീയതി, ഏപ്രിൽ മാസം 9-ാം തീയതി കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വഴികളിലും, എല്ലാ ചുമരുകളിലും, എല്ലാ സ്ഥലത്തും അല്ലെ നേതാക്കന്മാരുടെ പടമാണ്, സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളാണ്, അവരെ കുറിച്ചുള്ള അനൗൺസ്മെന്റുകൾ, അവരുടെ പ്രചരണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങളും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ചോദ്യമുണ്ട്: ആരെയാണ് നമ്മൾ നേതാവായി തെരഞ്ഞെടുക്കുന്നത്? ജീവിതത്തെ നയിക്കാൻ, ജീവിതത്തിന് വ്യത്യാസം വരുത്താൻ, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിവുള്ള ഒരു നേതാവിനെയാണ് നമ്മൾ എല്ലാവരും തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരു നേതാവിനും കഴിയില്ല. കാരണം അവരൊക്കെ മനുഷ്യരാണ്, അവരൊക്കെ നിസ്സഹായരാണ്. ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സമാധാനമാണ്. സമാധാനം. ഈ സമാധാനം തരുവാൻ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരു നേതാവിനും കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് വല്ലാത്ത പ്രശ്നത്തിലാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിലാണ് നമ്മുടെ നാട്. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ മയക്കുമരുന്നിന് അടിമകളായി തീരുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അവരുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിലയിൽ നമ്മുടെ സമൂഹം, നമ്മുടെ തലമുറ മലിനമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവരെ നേരെ നയിക്കാൻ ആർക്ക് കഴിയും? ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നവരുടെ സംസ്ഥാനമാണ് കേരളം. ഈ മദ്യത്തിന്റെ കുത്തൊഴുക്ക് തടയാൻ ആർക്ക് കഴിയും? നാട് നീളെ മദ്യഷാപ്പുകൾ വീണ്ടും വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയല്ലേ. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. 100 കണക്കിന് ഷാപ്പുകളും ബാറുകൾക്കുമൊക്കെ ലൈസൻസ് കൊടുത്ത് നാടൊക്കെ മദ്യപ്പുഴയാക്കുമ്പോ നിങ്ങൾ പറ, അവർക്കാർക്കെങ്കിലും ഈ നാടിനെ മദ്യപാനത്തിൽ നിന്ന്, ആളുകളെ ആ ശീലത്തിൽ നിന്ന് വിടിവിക്കാൻ കഴിയുമോ? ഇന്ത്യ മഹാരാജ്യത്തില് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. എന്തുകൊണ്ടാ? ആളുകൾക്ക് പരസ്പര വിശ്വാസമില്ല. മദ്യപാനം, മയക്കുമരുന്നിന്റെ ഉപയോഗം, കുടുംബ തകർച്ച, സാമ്പത്തിക പ്രശ്നങ്ങൾ, അല്ലെ, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാ. നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു നേതാവിനോ ഇവിടുത്തെ വിവാഹമോചനത്തെ തടയാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ കേരളം. നിസ്സാര കാര്യത്തിന് ആളുകൾ ആത്മഹത്യ ചെയ്യുകയാ. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ? എന്റെ ചോദ്യം, നാം തെരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ ഏതെങ്കിലും നേതാക്കന്മാർക്കോ ഇവിടുത്തെ ആത്മഹത്യയെ കുറയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, നാം തെരഞ്ഞെടുക്കുന്ന നേതാക്കന്മാരോ രാഷ്ട്രീയ പാർട്ടികളോ ഏത് തന്നെയാകട്ടെ, ഞാൻ അവരെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അവർക്കൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. നിസ്സഹായരാണ്. ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ അവർ നിസ്സഹായരായി മാറുകയാ. ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത, ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് വാഗ്ദാനങ്ങളുടെ പെരുമഴ ഒഴുകുന്ന കാലമാണ്.
എല്ലാ പാർട്ടിക്കാരും ധാരാളം വാഗ്ദാനങ്ങൾ കൊടുക്കും. ഞങ്ങൾ ഇന്ന് നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ ഇന്നിവിടെ വന്നത് നിങ്ങളോടൊരു വാഗ്ദാനം പറയാനല്ല, ആളുകളോട് ഉറപ്പ് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് വന്നത്. മനുഷ്യൻ എന്താ വേണ്ടത്? സമാധാനം. മനുഷ്യൻ എന്താ വേണ്ടത്? സ്വസ്ഥമുള്ള ഒരു ജീവിതം. മനുഷ്യൻ എന്താ വേണ്ടത്? അകത്തെ സംഘർഷങ്ങൾ മാറണം. മനുഷ്യൻ എന്താ വേണ്ടത്? പരസ്പരം സ്നേഹിക്കണം. അതിനെന്ത് വേണമെന്നറിയാമോ? മനുഷ്യന്റെ പാപപ്രവൃത്തിക്ക്, മനുഷ്യന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരണം. എന്റെ ചോദ്യം, മനുഷ്യന്റെ ഈ സ്വഭാവത്തിന് വ്യത്യാസം വരുത്താൻ ആർക്ക് പറ്റും? നിയമപാലകർക്ക് പറ്റുമോ? നാട് നീളെ പ്രശ്നമുണ്ടാക്കുന്ന, ഭവനത്തിനകത്ത് കുഴപ്പമുണ്ടാക്കുന്ന, കൊലപാതകം നടത്തുന്ന, അക്രമം നടത്തുന്നവരെ നിയമം കൊണ്ട് നേരിടാൻ നമ്മുടെ ഗവൺമെന്റ് പലതും ചെയ്യുന്നുണ്ട്. എന്റെ ചോദ്യം, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് ആളുകളെ നേരെയാക്കാൻ കഴിയുന്നുണ്ടോ? ജയിലുകളെല്ലാം നിറയുകയല്ലേ? എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ജയിലിൽ പോകുന്ന ഒരാളും നന്നാവത്തില്ലെന്ന് മാത്രമല്ല, സ്വഭാവത്തിന് വ്യത്യാസം വരുത്തില്ലെന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഒരുപാട് പേര് നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ പോകുന്നതാണെന്ന് ചിന്തിക്കുന്നവർ വരെയുണ്ട്. കാരണം അത്ര സുഖ സൗകര്യമാ ജയിലിനകത്ത്. നല്ല ശമ്പളമല്ലേ, നല്ല ഭക്ഷണമല്ലേ, അതുകൊണ്ട് ജയിലിൽ പോയാൽ എന്താണെന്ന് ചിന്തിക്കുന്ന ഒരു നിലയിലാണ് നമ്മുടെ നാടിന്റെ പോക്ക്. എന്റെ ചോദ്യം, മനുഷ്യനെ മാറ്റം കൊടുക്കുവാൻ, മനുഷ്യന് രൂപാന്തരം വരുത്തുവാൻ, മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തിന് വ്യത്യാസം വരുത്താൻ, മനുഷ്യനെ സ്നേഹമുള്ള ഒരു വ്യക്തിയാക്കാൻ, മനുഷ്യനെ കരുണയുള്ള ഒരാളാക്കി മാറ്റാൻ ആർക്ക് കഴിയും? ആർക്ക് മനുഷ്യന് രൂപാന്തരം കൊടുക്കുവാൻ കഴിയും? എന്റെ ചോദ്യം, തെരഞ്ഞെടുപ്പിന്റെ കാലമല്ലേ? ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആറ്റുപുറത്തുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ നേതാക്കന്മാർക്കും ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾക്കും ഇവിടുത്തെ ഈസങ്ങൾക്കും ആർക്കും ആരെയും ശരിയായ നിലയിൽ രക്ഷിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ചെറിയ പുരോഗതിയൊക്കെ നാട്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കുമായിരിക്കാം. പക്ഷെ മനുഷ്യന്റെ പാപ സ്വഭാവത്തിന്, മനുഷ്യന്റെ അശുദ്ധ സ്വഭാവത്തിന്, മനുഷ്യന്റെ ആക്രമവാസനയ്ക്ക് പരിഹാരം വരുത്തുവാൻ ഇവർക്കാർക്കും കഴിയില്ല. അവിടെയാണ് ഞങ്ങളൊരു നേതാവിനെ പരിചയപ്പെടുത്തുന്നത്. ഉലകം കണ്ടിട്ടുള്ള ഏറ്റവും മഹാനായ നേതാവ്. ആ നേതാവ്, അവനെ കുറിച്ച് പറയുന്നത് അവൻ അത്ഭുത മന്ത്രി എന്ന, അവൻ വീരനായ ദൈവമെന്ന, അവൻ സമാധാനത്തിന്റെ പ്രഭു എന്ന ആ നേതാവിന്റെ പേരത്രേ യേശു ക്രിസ്തു. ഇന്ന് ആറ്റുപുറത്ത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ വാഗ്ദാനം തരുന്നവനല്ല, അവൻ ഉറപ്പ് തരുന്നവനാ. എന്തുകൊണ്ടാ യേശു ക്രിസ്തുവിനെ മഹാനായ നേതാവെന്ന് ഞങ്ങൾ പറയുന്നത്? അതിന്റെ കാരണം, ഉലകത്തിലെ ഒരു നേതാവ് യേശു ക്രിസ്തു മനുഷ്യനെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എത്ര തകർന്നവരെയും ഉടഞ്ഞവരെയും യേശു ക്രിസ്തു സ്നേഹിച്ചു. യേശു ക്രിസ്തു പാലസ്തീനിൽ 33.5 വയസ്സ് ജീവിച്ചു കേട്ടോ. 3.5 വർഷത്തെ അവിടുത്തെ ജീവിതത്തിൽ അവൻ രോഗികളെ സൗഖ്യമാക്കി, അവൻ പാപികളെ രക്ഷിച്ചു, അവൻ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു കേട്ടോ. അവൻ പിശാച് ബാധിച്ചവരെ വിടുവിച്ചു. എന്തിനേറെ പറയുന്നു, മരണം കൊണ്ട് അവസാനിച്ച ജീവിതങ്ങളെ മരണത്തിൽ നിന്ന് പുനരുദ്ധരിച്ചു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവനെ പോലൊരു നേതാവ് വേറെ ഇല്ല. എല്ലാത്തിനുപരിയായി ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യന്റെ ഈ അക്രമവാസനയ്ക്ക്, മനുഷ്യന്റെ ഈ തിന്മ പ്രവൃത്തിക്ക്, മനുഷ്യന്റെ ഈ അസ്വസ്ഥതകൾക്ക്, ക്രൂരമായ സ്വഭാവത്തിന്, മനുഷ്യന്റെ ഈ ശൈഥില്യങ്ങൾക്ക്, മനുഷ്യന്റെ ഈ പകയ്ക്ക് അവൻ എന്താ കാരണം? അതിന്റെ ഉത്തരം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ പാപിയാൽ. ഇന്ന് പകൽക്കാലം ഈ ആറ്റുപുറം ജംഗ്ഷനിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാ, നല്ലവനായി സൃഷ്ടിച്ചതാ, നേരുള്ളവനായി സൃഷ്ടിച്ചതാ. പക്ഷേ മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. മനുഷ്യൻ നന്മ മാറി മനുഷ്യനിൽ തിന്മ വ്യാപരിച്ചു. അതുകൊണ്ട് മനുഷ്യനെന്ന് പരസ്പരം തിരിച്ചറിയാൻ പറ്റാതെ അവനൊരു മൃഗതുല്യമായി അതപ്പതിച്ചത്. ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യന് എവിടെ കിട്ടും രക്ഷ? മനുഷ്യന്റെ പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ബൈബിൾ പറയുന്നു. പാപം ചെയ്യുന്നവൻ മരിക്കണമെന്ന വേദപുസ്തകം പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ ഉലകത്തിൽ ഒരു മനുഷ്യനും പറ്റില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക്, ഒരു നിയമ സംവിധാനങ്ങൾക്ക്, ഒരു മത സംവിധാനങ്ങൾക്ക് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി മനുഷ്യനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാൻ പറ്റുകയില്ല. അതിന് അവൻ ദൈവം കണ്ടെത്തിയ ഏക രക്ഷാമാർഗമാണ് യേശു ക്രിസ്തു. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സാക്ഷാൽ ദൈവമായവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനാ? മനുഷ്യരുടെ പാപങ്ങളെ ചുമന്ന് അവന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ബൈബിളിൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരാർത്ഥം കാൽവരി ക്രൂശിൽ അവൻ മരിക്കുവാനിടയായി. കഴിഞ്ഞ ദിവസം, ഇന്നലെ അവൻ ലോകം മുഴുവനും ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്ന ഗുഡ് ഫ്രൈഡേ ആചരിച്ചു. എന്താ ഗുഡ് ഫ്രൈഡേ എന്നറിയാമോ? അവൻ മനുഷ്യൻ
മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി മനുഷ്യന്റെ നേർച്ചകൾക്ക് കാഴ്ചകൾക്ക് സൽപ്രവർത്തിക്കും കഴിവില്ലാതിരിക്കുമ്പോ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പോലെ ആമേൻ മനുഷ്യന്റെ നീതി പ്രവൃത്തികളൊക്കെ കറപരണ്ട തുണിയായിരിക്കുമ്പോ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആമേൻ മനുഷ്യന്റെ അശുദ്ധിയുടെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യന്റെ തിന്മയുടെ പരിഹാരത്തിന് വേണ്ടി ആമേൻ ദൈവപുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു. അതത്രേ ദുഃഖവെള്ളി. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് മനുഷ്യന്റെ പാപങ്ങളിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടിയാ. അവൻ ക്രൂശിൽ മരിച്ച കർത്താവ് മൂന്നാം ദിവസം മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. നാളെ ഉലകത്തിലെ എല്ലാവരും സകല ക്രൈസ്തവരും സകല മാനവരും ആഘോഷിക്കുന്നു ഈസ്റ്റർ. എന്താ ഈസ്റ്റർ? മരണത്തെ ജയിച്ച് എല്ലാ മനുഷ്യരും കല്ലറയിൽ, അല്ലെ, മരിച്ചുപോയ മനുഷ്യരൊക്കെ കല്ലറയിൽ നിദ്ര കൊള്ളുമ്പോ, കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോ പാലസ്തീനായിൽ യേശുക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഇവിടെയില്ല, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആറ്റുപുറത്ത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു നേതാവ് വേറെയുണ്ടോ? ഇതുപോലൊരു ലീഡർ വേറെയുണ്ടോ? ഇതുപോലൊരു രക്ഷകൻ വേറെയുണ്ടോ? ആ യേശുവ പറഞ്ഞത്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. മദ്യം തരാത്ത സമാധാനം, മയക്കുമരുന്ന് തരാത്ത സമാധാനം, ഈ ലോകത്തിന്റെ സുഖങ്ങൾ തരാത്ത സമാധാനം ഈ യേശു മനുഷ്യന് വാഗ്ദാനം ചെയ്യുകയാ, ഉറപ്പ് നൽകുകയാ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ ആശ്വാസം പോലെ ഉലകത്തിൽ ആർക്ക് ആളുകളെ ആശ്വസിപ്പിക്കാൻ പറ്റുകയില്ല. മാത്രമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ദൈവപുത്രനാണെന്നും ഞാൻ ഭാവിയായ മനുഷ്യനാ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി എന്റെ പുണ്യപ്രവർത്തികൾക്ക് കഴിവില്ലെന്ന് വിശ്വസിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവ് കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ തിരുവെടുത്ത് പറയുക, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവൻ അവകാശം കൊടുത്തു. ആമേൻ. മാത്രമല്ല, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകി. എന്തിനാ? പാപികളും ദോഷികളുമായ നമ്മൾ രക്ഷിക്കപ്പെടാൻ, നിത്യജീവൻ പ്രാപിക്കാൻ. യേശുക്രിസ്തുവിലൂടെ നിത്യജീവന്റെ വാഗ്ദാനം, മരണത്തിനപ്പുറം ഒരു ജീവിതം. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് സമാധാനമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, സ്വസ്ഥതയില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, അനേക തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കേട്ട് പറ്റിക്കപ്പെട്ട്, അല്ലെ, നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങളെ പറഞ്ഞു പറ്റിക്കാത്ത ഒരുവൻ, സത്യം മാത്രം പറയുന്ന ഒരുവൻ സമാധാനം തരുമെന്ന് പറഞ്ഞാൽ യേശു വന്നാൽ സമാധാനമുണ്ടാകും. എന്താ തെളിവെന്ന് ചോദിച്ചാൽ, നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ ഞാനും ഞങ്ങളെപ്പോലെയുള്ള ആയിരക്കണക്കിന് മനുഷ്യർക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റും, സമാധാനമില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിന് സമാധാനം നൽകിയത് യേശുക്രിസ്തുവാ. സന്തോഷമില്ലാതിരുന്ന ഞങ്ങളുടെ ജീവിതത്തിന് സന്തോഷം നൽകിയത് യേശുക്രിസ്തുവാ. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വാ. ജീവിതത്തിൽ സുരക്ഷ വേണോ? യേശുവിന്റെ അടുക്കിലേക്ക് വാ. നിത്യജീവൻ വേണോ? യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരിക. നിങ്ങൾ ഇന്ന് ആരെ തെരഞ്ഞെടുക്കും? ഈ ഇലക്ഷന്റെ സമയത്ത് നിങ്ങൾ നിശ്ചയമായി വോട്ട് ചെയ്യണം. കാരണം ഈ നാട് നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഭരണ സംവിധാനം വേണം. പക്ഷേ മനുഷ്യന് നിത്യമായ സമാധാനം കൊടുക്കാൻ ഇവിടുത്തെ ഒരു ലീഡേഴ്സിനും പറ്റില്ല, ഒരു നേതാവിനും പറ്റില്ല. മനുഷ്യന്റെ ഭയം മാറ്റാൻ ഒരു ശക്തിക്കും പറ്റില്ല. മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന പാപത്തിന്റെ ആക്രമണത്തിൽ നിന്ന് വിടുവിക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും പറ്റില്ല. മനുഷ്യനെ ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ, നീതിയോടെ ജീവിക്കാൻ, മരണത്തിനപ്പുറം ഒരു നിത്യ പ്രത്യാശ തരാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ഈ യേശുവിനോട് പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് സ്വസ്ഥതയില്ല. അങ്ങ് എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്റെ പാപത്തെ പരിഹരിക്കണമേ, എനിക്ക് നിത്യജീവൻ നൽകണമേ. ശുദ്ധ ബൈബിൾ പറയുന്നു, നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്താൽ, നിങ്ങൾ സ്വീകരിച്ചാൽ, നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകും. ആമേൻ. ഉലകത്തിൽ ആർക്കും മാറ്റാൻ പറ്റാത്ത നിങ്ങളെ യേശുക്രിസ്തു രൂപാന്തരപ്പെടുത്തും. ആ യേശുക്രിസ്തുവിലൂടെയുള്ള രൂപാന്തരം പ്രാപിച്ച് നിത്യജീവൻ അവകാശികളായി തീരുവാൻ ആറ്റുപുറത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ജോസഫ് അബ്രഹാം പാസ്റ്റർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ ആറ്റുപുറത്ത് കടപ്പ ജംഗ്ഷനിലെ എബനേസർ ചർച്ചിന്റെ നേതൃത്വത്തിൽ ഇന്ന് പകൽക്കാലം ഇവിടെ നടത്തിയതായ കുഞ്ഞുങ്ങളുടെ പ്രത്യേക പ്രോഗ്രാം, അവരുടെ പാട്ട്, അതുപോലെ ആക്ഷൻ സോങ്സുകൾ, അതുപോലെ ഹല്ലേലൂയ പരസ്യയോഗം, ഇതൊക്കെയും ഈ ദേശത്തിനൊരു അനുഗ്രഹമായി അനേകർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ
ഒരവസരം കൂടെ ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. കേട്ടവരുടെ ഹൃദയങ്ങളിൽ അത് ഗ്രഹിപ്പാനും അനുസരിപ്പാനും അതനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാനും കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വിതച്ച വിത്തുകളൊന്നും നിഷ്ഫലമായി പോകാതെ കിളിർത്ത് ഫലം കായ്ക്കേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ദേശത്തെ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ജംഗ്ഷനിലെ ഈ കടയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഇത്രയും സമയം വിശ്രമിക്കാനുള്ള സമയം കാര്യങ്ങളൊക്കെ ഒരുക്കി ഞങ്ങൾക്ക് കുടിപ്പാനുള്ള ഡ്രിങ്ക്സ് ഒക്കെ തന്ന് ആ ദൈവദാസനോടുള്ള ദൈവകൃപയും കരുതലും അവിടുന്ന് കാണിക്കണം. ദൈവം ആർക്കും കടക്കാരനല്ലല്ലോ. അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ആത്മാവിന് ഇടപെടാനുണ്ടല്ലോ. ദൈവം സഹായിക്കണം. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണം, കുടുംബത്തെ അനുഗ്രഹിക്കണം. എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ കരുതൽ ഇവിടെ വെളിപ്പെടുത്തണം. പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം. ഞങ്ങളുടെ ടീമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവ മഹത്വം എടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.